ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ആ മോഷൻ ഇൻ സ്ട്രെയിറ്റ് എന്ന ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം മുൻ വർഷങ്ങളിൽ നിങ്ങളോട് അല്ലെങ്കിൽ നമുക്ക് എക്സാമുകൾക്ക് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഒരു ചാപ്റ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ചാപ്റ്റർ മൊത്തം പഠിച്ച ആളായിരിക്കാം, പക്ഷേ അതിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഒരു 1 by 1 ആയിട്ട്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ, ഡിഫൈൻ യൂണിഫോം മോഷൻ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, എ മോഷൻ ഈസ് സെഡ് ടു ബി യൂണിഫോം വെൻ ദ ബോഡി കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അല്ലെ, തുല്യ ദൂരം തുല്യ സമയം കൊണ്ട് വരുമ്പം അത്തരത്തിലുണ്ടാവുന്ന മോഷൻസ് ആണ് യൂണിഫോം മോഷൻ. അതിൽ നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പം അവിടെ എന്താണ്, എ സമം എത്രയാ വരുന്നത്? 0 ആണ് വരുന്നത്. കാരണം അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയായിരിക്കും? എന്താണ്, 0 ആയിട്ടാണ് നമ്മൾ കാണുക. കാരണം ഒരു ബോഡി ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണല്ലോ യൂണിഫോം മോഷൻ. അപ്പൊ നമുക്ക് ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. രണ്ടാമത്തെ അതിൽ തന്നെയുള്ള സബ് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അപ്പം യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പം സാധാരണഗതിയിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ, ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ആ ഗ്രാഫിനകത്ത് നമുക്ക്, അപ്പൊ ഞാനിവിടെ വരയ്ക്കാം, ഒരു ഗ്രാഫ് വരച്ചു. ഇതാണ് ആ ഗ്രാഫ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫില് നമുക്ക് വെലോസിറ്റി ആണ് ഒരു കോമ്പോണന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് കാരണം നമുക്ക് ആക്സലറേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കണം? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം, ഇവിടെ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു സെയിം ആയിരിക്കണം. കാരണം സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ശരിക്കും നമുക്ക് എന്താവേണ്ടത്? ആക്സലറേഷൻ ആയിട്ട് വരേണ്ടത്. അപ്പൊ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പം ആ സ്ലോപ്പ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയാം. ആൻഡ് നൗ ജസ്റ്റ് ഹാവ് എ ലുക്ക്. This is the 2 points you can consider and measure the slope, or any point you can consider from this graph and measure the slope. അങ്ങനെ നമ്മൾ ആ സ്ലോപ്പ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ആ വാല്യൂ സെയിം ആയിട്ട് കണ്ടാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ഗ്രാഫ് ഫോർ ദി യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫ് ആയിട്ട് വരിക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് നമ്മുടെ 2020 ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ബോർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതായത് നിങ്ങൾ ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഞാനൊരു ഇക്വേഷൻ എഴുതി തന്നിരുന്നു, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് V0t എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അത് കുറച്ചുകൂടി കറക്റ്റ് ആയി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നലെ ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചൊരു ഗ്രാഫ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തുക അല്ലെ എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ക്ലാസ്സുകൾ എടുത്തിട്ട് നോക്കിയാൽ മതി. ഇതിന്റെ ഒരു ഏരിയ കണ്ടെത്തുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് 2 ഏരിയകളാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഒന്ന് ഈ കാണിച്ച ട്രയാങ്കിളിന്റെ ഏരിയയും, 2 അതിന്റെ റെക്ടാങ്കിളിന്റെ ഏരിയയുമാണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ഹാഫ് BH എന്നും റെക്ടാങ്കിളിന്റെ ഏരിയ LB എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇത് 0, ഇത് T, ഇത് U, അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന വെലോസിറ്റി V എന്ന് നമ്മൾ കൊടുക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്, H എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? V മൈനസ് U എന്ന് എഴുതാം, പ്ലസ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ടൈം ഇൻറ്റു ഹൈറ്റ് നമുക്ക് U എന്നിട്ട് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ കാണുന്ന V മൈനസ് യുനെ നമുക്ക് എന്ത് ചെയ്യാം? AT എന്ന് കൊടുക്കാം. സോ AT, V മൈനസ് യു AT എന്ന് കൊടുത്തേക്കാം. ഇവിടെ നമുക്ക് ഇത് UT എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് റീറൈറ്റ് ചെയ്താല് ഈ UT-നെ ആദ്യം എഴുതി, പ്ലസ് ഇവിടെ ഹാഫ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി? AT സ്ക്വയർ എന്ന് കിട്ടി.
അപ്പം ഇതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. നമുക്ക് ഇപ്പം എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് ഒരു ക്വിക്ക് വേയിലാണ് നമ്മളിത് പറയുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഏരിയകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് കിട്ടും? ഇതിൽ നിന്നും നമ്മൾ പറയുന്ന ആ ഇക്വേഷൻ കിട്ടും. അവിടെ യുവിന്റെ സ്ഥാനത്ത് വി എന്ന് എഴുതി കഴിഞ്ഞാൽ യുവർ വർക്ക് ഈസ് ഓവർ. സോ ദാറ്റ്സ് ദ ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും 2020 തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താന്ന് നോക്കിയേ. ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ ഗിവ്സ്. അതായത് യൂണിഫോം മോഷന്റെ എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ചോദ്യം. അപ്പം യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മളൊന്ന് വരച്ച് നോക്കുക. അപ്പൊ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. സോ ലെറ്റ് us see how it is. So this is your time axis and this is your position axis. അപ്പൊ നമുക്ക് ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പം ടൈം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ത് മോഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം മോഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എടുത്താല് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടാൻ പോണത്? ചേഞ്ച് ഇൻ y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x ആണ് സ്ലോപ്പ്. ചേഞ്ച് ഇൻ y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമുക്ക് വെലോസിറ്റി ആണ്. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? വെലോസിറ്റി തരും. സി, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വർഷം നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 2020. അപ്പൊ 2020 തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന് നമ്മുടെ എന്താണ് മെയിൻ എക്സാമിന്റെയും അത് തന്നെ അവിടുത്തെ സേ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന നമ്മളൊരു സ്കീമും കൂടി ഉണ്ടാവും. അപ്പൊ രണ്ടിലും കൂടിയായിട്ട് ചോദിച്ച ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ഏറെക്കുറെ അതേപോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിലുള്ള ഭാഗങ്ങൾ തന്നെയായിരിക്കണം. അപ്പൊ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് an initial velocity is shown in the figure. What is the magnitude of initial velocity of the ball? ഇത് പറയുന്നത് നമ്മളൊരു വസ്തുവിനെ എടുത്തിട്ട് എറിയണം, മേലോട്ട് എറിയണം. അപ്പൊ ആ വസ്തു നമുക്കറിയാം മേലോട്ട് പോയി അതിന്റെ വെലോസിറ്റി 0 ആവുന്നവരേ മേലോട്ട് പോകും. എവിടെയാണോ ആ വെലോസിറ്റി 0 ആയത് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങും. അപ്പം ഈ ബോഡിയെ സംബന്ധിച്ച് അതിന് പരമാവധി വെലോസിറ്റി കിട്ടുന്നത് എറിയുന്ന സമയത്തും പിന്നെ മേലോട്ട് പോയി തിരിച്ച് വന്ന് ഗ്രൗണ്ടിലേക്ക് തൊടുന്നതിന്റെ കുറച്ച് മുമ്പായിട്ടുമാണ് അവർക്ക് ആ ബോഡിക്ക് പരമാവധി വെലോസിറ്റി കിട്ടുക. അങ്ങനെയെങ്കിൽ നമ്മൾ എറിയുന്ന സമയത്ത് കിട്ടുന്ന വെലോസിറ്റി, അതായത് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ, അതായത് ടൈം 0 ആകുമ്പമുള്ള വെലോസിറ്റി എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടൈം 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി അതെത്രയാ? അവിടെ കാണുന്നുണ്ട്. ഇതല്ലേ ടൈം 0 ആവുന്ന പോയിന്റ്. അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 2, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിങ് ഫോർ 20 സെക്കൻഡ്. 20 സെക്കൻഡ് സമയത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു? കാരണം നമുക്കറിയാം ഇത് നമ്മുടെ ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയല്ലേ നമ്മൾ ut + ½ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണിച്ചിരിക്കുന്നത് 2 ട്രയാങ്കിളുകളാണ്. ഒന്ന് A1 ഉണ്ട്, A2 ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ അതിന്റെ ഉത്തരം 0 എന്ന് പറഞ്ഞാൽ മതി. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മേലെയുള്ള ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് താഴെയുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. 0 എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവരിവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം നമുക്ക്. അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് എന്താണ്? നമുക്ക് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു B1H1 പ്ലസ് ഹാഫ് ഇൻറ്റു B2H2 നമുക്ക് കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ ഈ കാണുന്നതിനകത്ത് ഹാഫ് ഇൻറ്റു B1 എന്ന് പറഞ്ഞ ബേസ് ആണ്, നമുക്ക് 10 കൊടുക്കാം, ഇൻറ്റു 10 ഇൻറ്റു H1 എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അത് 100 ആണ്, 100 എന്ന് കൊടുത്തു,
പ്ലസ് അടുത്തത് എത്രയാണ് ഹാഫ് ഇൻറ്റു ബേസ് ആണ്, അത് എത്രയാണ് 20 മൈനസ് 10 ഇറ്റ്സ് അഗെയിൻ 10 ഇൻറ്റു ഹൈറ്റ് ഇതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അത് -100 എടുക്കരുത്, കാരണം അത് -100 എടുക്കായിരുന്നു നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദിസ് ഇസ് വെലോസിറ്റി, എന്താണ് നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പരിഗണിക്കൂ. അപ്പൊ നമുക്ക് ഏകദേശം 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ഇൻറ്റു 100 എന്ന് കിട്ടും. സോ യു ഗോട്ട് എത്രയാണ്? 1000 മീറ്റർ എന്ന് കിട്ടും. കണ്ടില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസർ. വാട്ട് ഈസ് ദ എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് എന്താണ് 20 സെക്കൻഡ്, 20 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയി എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ട് രീതി ചിന്തിക്കാം. നമ്മൾ മേലോട്ട് എറിഞ്ഞ സാധനം തിരിച്ച് താഴേക്ക് എത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് 0 പക്ഷെ ഡിസ്റ്റൻസ് മേലോട്ടുള്ളത് പ്ലസ് എന്തായിരിക്കും? താഴോട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? സബ്ട്രാക്ഷൻ എന്ന സംഗതി ഇല്ല, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അഡിഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ഇനി മൂന്നാമത് ചോദ്യം, കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദി ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ? ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വാല്യൂ എ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്? v-u/t ആണ് അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ബോഡിക്ക് 100 എന്നുള്ള വെലോസിറ്റി എവിടെ എത്തി? 0-ലെത്തി അല്ലെ? അതുപോലെ 0 എന്നുള്ള വെലോസിറ്റി വീണ്ടും എവിടെ എത്തി? 100-ലെത്തി. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പം 100-ലെ വെലോസിറ്റി 0-ലേക്ക് എത്താൻ എത്ര സമയം എടുത്തു? കണ്ടോ, 10 സെക്കൻഡ് സമയം എടുത്തു. അതുപോലെ 0 ആ വെലോസിറ്റി -100-ലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സ് എത്ര വീണ്ടും എത്ര എടുത്തു? 10 സെക്കൻഡ് സമയം. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേഞ്ച് ഇൻ വെലോസിറ്റി 100 മൈനസ് 0, അതിനെടുത്ത സമയം എത്രയാ? 10 മൈനസ് 0. സോ ആൻസർ ഈസ് 100 ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം? 10 എന്ന് കൊടുത്തേക്കാം. സോ യുവർ ആക്സലറേഷൻ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കാം. കണ്ടല്ലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് ലോജിക്കൽ ആയിട്ട് പറഞ്ഞാൽ മതി. കാരണം ഇതിന്റെ സ്ലോപ്പ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരമെങ്കിലും ആ സ്ലോപ്പ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 100 0-ലേക്ക് വെലോസിറ്റി കുറയുമ്പം അതിനെടുക്കുന്ന ടൈം എത്രയാണ്? 10 സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ 0 അതേ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമത്തിലേക്ക് വരുമ്പോഴും എടുക്കുന്ന സമയം എത്രയാണ്? 10 സെക്കൻഡ് തന്നെയാണ്. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെ നമുക്ക് ആക്സലറേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ലുക്ക് ഹിയർ അഗെയിൻ 2020 is mentioned here. ഓക്കെ, അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും 2 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് മിനിമം വരാറുണ്ട്. അപ്പൊ ആ ഒരു ക്രമത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. 4 pairs of the initial and final position of a body along x-axis are given. Which pair gives displacement of the body? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു അല്ലെ, നമ്മൾ എന്താ പറഞ്ഞത്? 2 പോയിന്റുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഫൈനൽ പൊസിഷൻ മൈനസ് നമുക്ക് എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ഇടയിലുള്ള ഗ്യാപ്പാണ് നമ്മൾ എന്താക്കേണ്ടത്? ഇത് എഴുതേണ്ടത്. അപ്പം ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഉത്തരം 0 എന്നും കിട്ടും. ഇങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾക്ക് ഇവിടെ കൊടുക്കേണ്ട ഉത്തരം ഇതിൽ ഏതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് തരിക എന്ന് ചോദിച്ചത്. അപ്പൊ വളരെ സിമ്പിൾ ആണല്ലോ. ഫൈനൽ പൊസിഷനിൽ നിന്നും നമ്മൾ എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ കുറയ്ക്കുമ്പോൾ ഫൈനൽ പൊസിഷൻ വലുത് ആരാണോ അവിടെ നോക്കിയാൽ മതി. ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. ഫൈനൽ പൊസിഷൻ 15 മീറ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ -10 മീറ്റർ നമുക്ക് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25 മീറ്റർ എന്ന് കിട്ടും. ഇത് പോസിറ്റീവ് അല്ലേ ആൻസർ അല്ലേ? അതുപോലെ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? ബി കേസ്. ഇതിപ്പോ എ കേസ് ആണെങ്കിൽ നമ്മുടെ ബി കേസിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ നോക്കിയേ? -12 മൈനസ് എന്താണ്? 5, ദാറ്റ് ഈസ് ഈക്വൽ ടു -7 മീറ്റർ എന്ന് കിട്ടും. കണ്ടില്ലേ? ഇനി ഇത് സി കേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്ക്. സി ആണെങ്കിൽ -5 -2, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -7. അതുപോലെ ഡി നോക്കിയേ. ഡി എന്താ കിട്ടുന്നത്? എന്താണ്? 1 മീറ്റർ മൈനസ് എത്രയാണ്? 2 മീറ്റർ. ഓക്കെ, ഇസ് ഈക്വൽ ടു -1 മീറ്റർ. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? Which one gives a positive displacement of the body? So option A gives the positive displacement of the body എന്ന് നമുക്ക് കിട്ടും. So that is the answer to the question. Now let's go to another question that is from
Okay, see here it is 2019 question ആണ്. ആ ക്വസ്റ്റ്യൻ എന്താണ്? The position time graph for two objects A and B are shown below. Which body has greater velocity? അപ്പം എക്കും ബിക്കുമാണ് നമ്മൾ. അപ്പൊ ഇത് എന്ത് ഗ്രാഫാണ്? ദിസ് ഇസ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ കാണുന്ന വെലോസിറ്റി. അപ്പം വെലോസിറ്റി ഇസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് വെലോസിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ. ആ സ്ലോപ്പ് നോക്കിയാൽ മതി. എയുടെ സ്ലോപ്പ് ടാൻ 60 ആണ്. ഓക്കെ, ടാൻ 60 എന്ന് പറയുമ്പം ടാൻജന്റ് ആണ്. 60 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ സൈൻ 60 ബൈ കോസ് 60 കൊടുക്കുക. അപ്പൊ നമുക്ക് എത്രയാ വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു √3 ഓക്കെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടാമത്തതിന്റെ വി ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ആ ലൈനിന്റെ സ്ലോപ്പാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ 30 എന്ന് വരും. അപ്പൊ ടാൻ 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈൻ 30 ബൈ കോസ് 30 അല്ലേ? സൈൻ 30 ബൈ കോസ് 30 എന്ന് പറയുമ്പോൾ 1/√3 എന്ന് വരും. അപ്പൊ ഇതില് ഏതാണ് ഗ്രേറ്റർ വാല്യൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ എന്താണ്? വെലോസിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ബി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും തന്നെ ആ ഉത്തരം ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഇവിടെ ഗ്രേറ്റർ സ്ലോപ്പ് വരുന്ന ആൾക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി. അപ്പം ബി ക്വസ്റ്റ്യൻ എയും ബിയും തമ്മിലുള്ള വെലോസിറ്റികളുടെ റേഷ്യോ കാണാൻ പറഞ്ഞു. അപ്പൊ ഞാൻ VA ബൈ VB എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ 1/√3 എന്ന് കിട്ടും. ഈ √3 എവിടെ പോകും? നമുക്കറിയാം മേലെ പോകും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു √3 അല്ലേ? ഡിവൈഡഡ് ബൈ 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/1. സോ ആൻസർ ഈസ് 3:1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് അവരുടെ എന്താണ് റേഷ്യോ ഓഫ് വെലോസിറ്റീസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ആൻസർ ടു ദീസ് 2 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് റൂമിൽ നേരത്തെ വീഡിയോയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ്. ഈ കാണുന്ന എന്താണ് ഗ്രാഫിന്റെ ഏരിയ എന്ത് തരും? അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്സ് ഗീവ്സ്. നമുക്ക് എന്ത് കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഹൗ നൈസ് അല്ലെ? എത്ര ഈസിയാന്ന് നോക്കിയേ. ഇനി വീണ്ടും അവർ ആവശ്യപ്പെടുന്നു ഇത് ഡിറൈവ് ചെയ്യാൻ. നിങ്ങൾക്കറിയാലോ ഒരു ട്രയാങ്കിളും ഉണ്ടാവും, ഒരു റെക്റ്റാങ്കിളും ഉണ്ടാവും. ആ രണ്ട് ഏരിയകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കുക? ഏരിയ ഓഫ് ട്രപ്പീസിയം. ഓക്കെ, നമുക്ക് ആ കാണുന്ന എന്താണ് ജോമെട്രിയുടെ ഏരിയ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് എന്താണ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് നമുക്ക് എന്താണ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. അത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ക്ലാസ്സിലും അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഹാവ് എ ലുക്ക് ആൻഡ് ദാറ്റ് ദ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? അപ്പം 7ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രീ ഫോൾ ഈസ് എ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുക എന്ന് പറയുന്നത് ആക്സലറേറ്റഡ് മോഷൻ ആണ്. ശരിയാണ്. കാരണം നമുക്കറിയാം ആ വീഴുന്ന സമയത്ത് ഡ്രോപ്പ്ഡ് എന്ന് പറയുമ്പം അത് 0 വെലോസിറ്റി ആണ്. പക്ഷേ ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് ആ വെലോസിറ്റി മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതൊരു ആക്സലറേറ്റഡ് മോഷൻ തന്നെയാണ്. അങ്ങനെ ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീ ഫോൾ. അപ്പം യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാണ്. ദിസ് ഈസ് യുവർ വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് യുവർ ടൈം. Okay, so this will be the slope of uniformly accelerated motion. Okay, അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടി. ഓക്കെ, ഇനി a ball is thrown vertically upwards with a velocity 20 meters per second from the top of a building. The height of the point from where the ball is thrown is 25 meters from the ground.
ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. അപ്പം നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഇതാണ് നമ്മുടെ ഒരു ബിൽഡിങ്. ഓക്കെ, ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്തെറിയാണ്. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ഉയരം വരെ ഇത് എന്താണ്, ഹൗ ഹൈ. ഓക്കെ, ഹൗ ഹൈ from the question, the height of the point from the where the ball is thrown is 25 meters from the ground. എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഓക്കെ, 25 മീറ്റർ ആണ്. അപ്പൊ നോക്കിയേ, ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്, എത്ര ഉയരം വരെ ഇത് പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു എന്താണ് H1 ഉണ്ട്, അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തുണ്ട്, ഇത് നമുക്ക് ക്യാപിറ്റൽ എച്ച് കൊടുക്കാം, അത് സ്മോൾ എച്ചും കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ രണ്ട് വാല്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ രണ്ട് വാല്യൂസ് ഇങ്ങനെയാണ്. നമ്മൾ എറിഞ്ഞിരിക്കുന്ന ബോള് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അങ്ങ് എറിഞ്ഞു. സോ ലെറ്റ് us ഓക്കെ സീ ഹൗ ഇറ്റ് ഈസ്. അപ്പൊ നമ്മൾ എറിഞ്ഞിരിക്കുന്ന ബോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് എറിഞ്ഞു. സോ ദിസ് ഈസ് ദ കേസ് ആൻഡ് ഹിയർ യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് സ്മോൾ എച്ച്. അപ്പം ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്, എത്ര ഉയരം വരെ ബോൾ വരും. അപ്പൊ നമുക്കറിയാം ഈ സ്മോൾ എച്ച് കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. അപ്പം ഇവിടുന്ന് നമ്മൾ എറിയുന്ന വെലോസിറ്റി അല്ലെ, മേലോട്ടാണ് നമ്മൾ എറിയുന്നതെങ്കിൽ ആ എറിയുന്ന വെലോസിറ്റി 20 ആണ്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം ആ വെലോസിറ്റി എന്തായിട്ടുണ്ടാവും, 0 ഉറപ്പല്ലേ, 0 ഇനി ബോഡി മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡീസലറേഷൻ ആണ്. കാരണം സ്പീഡ് കുറഞ്ഞ് എന്താവുകയാണ്, അത് സ്പീഡ് 0 ആവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയും, ഇവിടെ നമുക്ക് 0 ആണ് ഫൈനൽ വെലോസിറ്റി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു, v² = u² + 2as എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഈ ഇക്വേഷനകത്ത് വിക്ക് നമ്മൾ 0 കൊടുത്തു, യുന് നമ്മൾ എത്ര കൊടുക്കുകയാണ്, 20² എന്ന് കൊടുക്കുകയാണ്. 20² -2 ഇൻറ്റു എന്താണ്, g ഇൻറ്റു h എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു ജിക്ക് പകരം 10 കൊടുത്താൽ h = 400 എന്ന് കിട്ടും. അപ്പൊ h = 400 / 20 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 40/2 = 20 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതായത് നിങ്ങളുടെ എറിഞ്ഞ പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്, 20 മീറ്ററും. ഫ്രം ഗ്രൗണ്ട് ആണെങ്കിൽ, ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം ഗ്രൗണ്ട് ഇറ്റ് ഈസ് 20 പ്ലസ് ആ കെട്ടിടത്തിന്റെ ഉയരം കൂടി ഉണ്ട് 25. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, നമുക്ക് 45 മീറ്ററും കിട്ടും. അപ്പൊ ഇതാണ് ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. അപ്പൊ ഹൗ ഹൈ എന്താണ് വിൽ ദ ബോൾ റൈസ് എന്ന് ചോദിക്കുമ്പോൾ ബേസിക്കലി നമ്മളിത് ഗ്രൗണ്ട് എന്ന് പറയണം. അപ്പൊ അത് 45 മീറ്റർ എന്ന് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ ഹൗ ഹൈ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആണെങ്കിൽ 20 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നൗ how long will it be before the ball hits the ground, അതായത് ഗ്രൗണ്ടിൽ തൊടുന്നത് വരെ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പം ഗ്രൗണ്ടിൽ എത്തുന്നത് വരെ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കൊടുക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വെലോസിറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നിന്നുള്ള ടൈം, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടൈം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, 3 ടൈം ആയിട്ട് എടുക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മേലോട്ട് എടുക്കുന്ന സമയം ഇവിടുന്ന് ഈ സർഫസ് നിന്ന് ഇവിടേക്ക് എടുത്ത സമയം അവിടുന്ന് ഇവിടേക്ക് സമയം തുല്യമായിരിക്കും. അപ്പൊ 2t എന്നുണ്ടാവും. പിന്നെ ഇവിടുന്ന് അയാൾ ഇങ്ങോട്ട് എടുക്കുന്ന സമയം t എന്ന് കൊടുത്തേക്കാം. അപ്പൊ ശരിക്കും ടോട്ടൽ ടൈം എത്രയാണ്, ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം, 2t പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം, t1 എന്ന് കൊടുക്കാം. ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു ഓക്കെ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 2t പ്ലസ് t1 എന്ന് കൊടുത്തേക്കാം. ഇതാണ് ടോട്ടൽ ടൈം വരിക. അപ്പൊ അതിൽ t1 t2 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് പകരം നമുക്കൊരു ഷോർട്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച s = ut പ്ലസ് എന്താണ് ½ എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എസിന് പകരം -h എന്നിട്ട് കൊടുക്കുക, ut ആയിട്ട് തന്നെ വെക്കുക, -½ ഇൻറ്റു g(t²) എന്നിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പറയുന്ന വാല്യൂസ് ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് ആ ടൈം കിട്ടും. ആ ടൈം ടോട്ടൽ ടൈം ആയിരിക്കും. അപ്പൊ ഈ -h എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ ഉയരമാണ് കേട്ടോ. അവിടെ നമുക്ക് -25 എന്ന് എഴുതാം. -25 ഈസ് ഈക്വൽ ടു യുവിന്റെ വാല്യൂ എത്രയാണ്, ഇറ്റ് ഇസ് 20 ഇൻറ്റു t -½ ഇൻറ്റു
10 ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, ടി സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. ഇവിടെ നമുക്ക് -25 ഇസ് ഈക്വൽ ടു 20t മൈനസ് 5t സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. ഇത് നമുക്ക് ത്രൂ ഔട്ട് 5 കൊണ്ട് അങ്ങ് കട്ട് ചെയ്തേക്കാം. അപ്പം -5 ഇസ് ഈക്വൽ ടു 4t മൈനസ് ടി സ്ക്വയർ. ഓക്കെ, ഇതിന് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാണ്. -t സ്ക്വയർ ഇപ്പുറത്തേക്ക് വന്നാൽ +t സ്ക്വയർ ആവും, -4t ആവും, -5 ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്താൽ -4 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ -5 കിട്ടണം. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, t -5 ഇൻറ്റു ടി +1. ഓക്കെ, -5ഉം +1ഉം ആഡ് ചെയ്താൽ -4 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5ഉം കിട്ടും. അപ്പൊ ടി സമം എത്രയാണ്, -5 ഓർ -1 എന്നാണ് ഇതിൽ നിന്ന് ഉത്തരം കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. അപ്പൊ ഇതിൽ ടൈം ഒരിക്കലും നെഗറ്റീവ് ആവാറില്ല, അതുകൊണ്ട് ടൈമിന്റെ വാല്യൂ എത്രയായിരിക്കും, നമുക്ക് ഇങ്ങോട്ട് എടുക്കാം 5 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ ഉത്തരം തന്നെയാണ് നിങ്ങൾ ഈ ഫോർമുലയിലൂടെ ചെയ്താലും കിട്ടാൻ പോണത് കേട്ടോ. അപ്പൊ നമ്മൾ അതിന് ഷോർട്ട് കട്ട് ഉപയോഗിച്ചതാണ്. എന്ത്, ആ ഇക്വേഷൻ നമ്മൾ ഈ രീതിയിൽ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരെ ടൈം കണ്ടുപിടിക്കുക. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഡിസ്ക്രിമിനന്റ് പ്രോപ്പർട്ടി -b പ്ലസ് ഓർ മൈനസ് എന്താണ് റൂട്ട് ഓഫ് എന്താണ് b² - 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ടൈം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. ഒന്നെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സം ആൻഡ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹിയർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കൂ. ഇത് വർഷം 2019 തന്നെയാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are shown below. At what time the objects meet? ഏത് സമയത്താണ് അവർ മീറ്റ് ചെയ്യുക? ഇതാണ് ആ പോയിന്റ്. അവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പം ഇത് എത്രയാ ടൈം നിങ്ങൾ നോക്ക്. ഇറ്റ് ഈസ് 3 seconds കേട്ടോ. 3 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ടൈമിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ ഈസ് 3 seconds. So it's very easy question for you. Now let us go to the next question. So the question is 2018 question ആണ്. Question ഇതാണ്, a car travels at a speed 54 km is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. കാരണം ഒരു കാറ് ഒരു എന്താണ് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ എഴുതി തരാം തൽക്കാലം. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ തന്നെയാണ്. നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ എന്താണ്, v² = u² പ്ലസ് എന്താണ് 2as അല്ലെ. ഈ എസ് ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ കാണുക, s = v² - u² ബൈ എന്താണ് 2a അല്ലെ. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 54 km/h ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്, റെസ്റ്റിലേക്ക് വന്ന. അപ്പൊ v എത്രയാണ്, ഇവിടെ 0 ആണ്. u എത്രയാണ്, ദാറ്റ് ഇസ് 54 km/h. അപ്പൊ നിങ്ങൾക്ക് ഈ km/h എന്താന്ന് വ്യക്തത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, u = 54 km/h ആണെങ്കിൽ ടൈം മണിക്കൂറിലാണ്. അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, 90 സെക്കൻഡ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം മണിക്കൂറിൽ സ്പീഡ് പറഞ്ഞാൽ ടൈമും മണിക്കൂർ തന്നെ ആയിരിക്കണം. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ 90 സെക്കൻഡിനെ എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മണിക്കൂറിനെ ഇവിടെ എന്താക്കാം, നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാം. അപ്പൊ അത് എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് അത് അങ്ങ് എഴുതാം. 54നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് m/s സോ ദാറ്റ് വിൽ ബി ബെറ്റർ ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് 3 കിട്ടും. സോ ആൻസർ ഈസ് 15 m/s ആണ് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്കറിയാം റിട്ടാർഡേഷൻ ആണ്, ശരിക്കും റിട്ടാർഡേഷൻ ആണ് വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് a എന്ന് പറഞ്ഞാൽ -g ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കാം, v² എന്ന് പറയുമ്പോൾ 0² -u² എന്ന് പറയുമ്പോൾ 15² ഹോൾ ഡിവൈഡഡ് ബൈ 2 × a എന്ന് പറഞ്ഞാൽ -a ആണ് ശരിക്കും വരിക.
കേട്ടോ. -a ആണ് നമുക്ക് വരിക. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇത്രയും സ്പീഡ് പോകുന്നു, അപ്പൊ എത്ര 90 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു? റെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ആക്സലറേഷൻ ഇല്ല അല്ലേ? അപ്പൊ ആക്സലറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? v = u + at എന്നുള്ള ഇക്വേഷനിൽ v എന്ത് കൊടുക്കാം? നമുക്ക് 0 കൊടുക്കാം. u എത്രയാണ്? നമുക്ക് 15 കൊടുക്കാം ഇല്ലേ? മൈനസ് എന്താണ്? a ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? 90 എന്ന് കൊടുത്തേക്കാം. 90 സെക്കൻഡ്സ് ആണല്ലോ. അപ്പൊ a = നമുക്ക് എത്ര കിട്ടും? 90a എന്നാ കിട്ടുക. 15 / എത്രയാണ്? 90 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 1/6 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 1/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആക്സലറേഷൻ 1/6 m/s². പക്ഷെ ഇവിടെ ഞാൻ ഈ ഇക്വേഷൻ എഴുതിക്കൊണ്ട് എന്താണ് എഴുതി പോയത് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. പകരം നിങ്ങൾ s = ut + ½ at² എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. 15² അല്ലേ? -15² ഡിവൈഡർ ബൈ നമുക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു - എത്രയാണ്? 1/6 എന്ന് കിട്ടും. അപ്പൊ ആ മൈനസും കൂടെ അങ്ങ് പ്ലസ് ആയി കഴിഞ്ഞാൽ 225 ഇൻറ്റു 6 ഡിവൈഡർ ബൈ നമുക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. ഇത് അങ്ങ് കട്ട് ചെയ്തേക്കാം. 3 എന്ന് കിട്ടും. അപ്പൊ 3 ഇൻറ്റു 225 എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ 675 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതേ ചോദ്യത്തിന് ഉത്തരം s = ut + ½ at² എടുക്കുവാണെങ്കിലും കിട്ടും. s എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? s = u എത്രയാണ്? 15, ടൈം എത്രയാണ്? 90 പ്ലസ് അല്ലെ ½ ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? ആക്സലറേഷൻ ആണ്. ദാറ്റ് ഈസ് എന്താണ്? മൈനസ് ആണ്. അപ്പൊ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആക്സലറേഷൻ നമ്മൾ അവിടെ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്താലും നമുക്ക് ആക്സലറേഷൻ കണ്ടെത്തണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ദാറ്റ്സ് ഇറ്റ്. സോ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? 675 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. 2 parallel rail tracks run north-south. Train A moves north with a speed of 15 m/s. Train B moves towards south with a speed 25 m/s. What is the velocity of B with respect to A? ഇത് ശരിക്കും നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ നമ്മുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇപ്പൊ അതുപോലെ കാണുന്നില്ല. എന്നാലും നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ പ്ലെയിനകത്ത് ഈ റിലേറ്റീവ് മോഷൻ ആവശ്യമുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്ക് വലിയ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല. നമുക്ക് അതിൻ്റെതായ എക്സാമ്പിൾസ് വരുമ്പോൾ മാത്രം നമ്മളത് പറയാമെന്ന് കരുതി മാറ്റി വെച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ 2 പാരലൽ റെയിൽ ട്രാക്സ് ആണ്. 2 പാരലൽ റെയിൽ ട്രാക്സ് ആണ്. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കിടക്കുന്ന ഒരു റെയിൽ ട്രാക്ക്. ഇതാണ് ആ റെയിൽ ട്രാക്ക്, നോർത്ത് സൗത്ത്. അപ്പൊ ഇത് നോർത്ത് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോർത്ത് ആൻഡ് ദിസ് കുഡ് ബി എന്താണ്? സൗത്ത് എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ട്രെയിൻ എ എന്ന് പറയുന്ന ട്രെയിൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇതാ ഈ ട്രെയിൻ ഓൾമോസ്റ്റ് ടുവേർഡ്സ് എത്രയാണ്? നോർത്ത് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഭാഗം സൗത്ത് എടുക്കാം, ഈ ഭാഗം എന്ത് ചെയ്യാം? നോർത്ത് എടുക്കാം. അപ്പൊ ട്രെയിൻ എ എന്ത് ചെയ്യുന്നുണ്ട്? നോർത്തിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദ ട്രെയിൻ ബി മൂവ്സ് സൗത്ത്. ദാ ട്രെയിൻ ബി എങ്ങോട്ട് പോകുന്നുണ്ട്? ഇറ്റ് ഈസ് ബി മൂവ്സ് സൗത്ത്. ഓക്കെ, അപ്പൊ എ എന്ത് ചെയ്യുന്നു? നോർത്തിലേക്ക് പോകുന്നു. ബി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ദാ എ എങ്ങോട്ട് പോകുന്നു? നോർത്തിലേക്ക് പോകുന്നു. ബി എന്ത് ചെയ്യുന്നു? സൗത്തിലേക്ക് പോകുന്നു. അപ്പൊ എ നോർത്തിലേക്ക് പോകുന്ന സ്പീഡ് എത്രയാണ്? 15 m/s ആണ്. ഇയാളോ 25 m/s ആണ്. അപ്പൊ നമ്മോട് പറഞ്ഞെന്താണ്? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നാമത്തത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വി ബി എന്ന് എഴുതുക. എന്നിട്ട് അതിന് ഇങ്ങനെ എഴുതുക, വി ബി മൈനസ് വി എ. അതാണ് നമ്മുടെ വെലോസിറ്റി. ഇനി വി ബി എന്താണ്? 25 ആണ്. 25 മൈനസ് വി എ എന്ന് പറഞ്ഞാൽ -15. അപ്പൊ അതെന്താ സംഭവം എന്ന് ചോദിച്ചാല്, നിങ്ങൾ ഓൾറെഡി 25നെ ഇങ്ങോട്ട് എടുത്തു അല്ലെ? അത് പോസിറ്റീവ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടാ? അതിന്റെ ഓപ്പോസിറ്റാ. എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ ആദ്യം നിങ്ങൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്താക്കുന്നത്? മൈനസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റികൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തോളാം? എടുത്തോളണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 25 + 15 = നമുക്ക് എത്ര കിട്ടും? 40 m/s കിട്ടും.
അപ്പൊ ഈ 15 എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ആ ട്രെയിനിന്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ഈ 25 ഈ ട്രെയിനിന്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. പക്ഷെ നമ്മോട് പറഞ്ഞ അങ്ങനെയല്ല, ഗ്രൗണ്ടുമായിട്ടല്ല പറയാൻ പറഞ്ഞത്. ബിയുടെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു എയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറഞ്ഞത് കൊണ്ട് ഇവര് പരസ്പരം അടുത്തുകൊണ്ടിരിക്കുക അല്ലെ. ഒരു സെക്കൻഡ് കഴിയുമ്പം ബി 25 മീറ്റർ മുന്നോട്ട് വരും, ഒരു സെക്കൻഡ് കഴിയുമ്പം എ 15 മീറ്റർ മുന്നോട്ട് വരും. എന്നാൽ ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മതി, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 25 മീറ്റർ ഇയാളും വന്ന് 15 ഇയാളും വന്ന്, അപ്പൊ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 40 മീറ്റർ കുറഞ്ഞു. അപ്പൊ അവരുടെ സ്പീഡ് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് എടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി? അതായത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബി ക്വസ്റ്റ്യൻ തന്നെ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? വി ജി മൈനസ് എന്താണ്? വി ബി ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് ജനറലി നമുക്ക് ഗ്രൗണ്ട് റെസ്റ്റിലാണ്, 0 എന്ന് കൊടുത്തേക്കാം. വെലോസിറ്റി ഓഫ് ബി 25 കൊടുത്തേക്കാം. അപ്പൊ എത്ര കിട്ടി? -25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? ഈ മൈനസ് വന്നാൽ മനസ്സിലാക്കേണ്ടത്, ഈ ബി എന്ന് പറഞ്ഞ ട്രെയിന് 25 അങ്ങോട്ട് പോകുമ്പോൾ അല്ലേ, ഗ്രൗണ്ട് എങ്ങോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം? പുറകോട്ട് പോകുന്നതായിട്ട്. അപ്പൊ 25 അങ്ങോട്ട് പോകുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഗ്രൗണ്ട് അത്രയും സ്പീഡിൽ എങ്ങോട്ട് പോകുന്നു? പുറകോട്ട് പോകുന്നു. അപ്പൊ പുറകോട്ട് എന്നൊരു അർത്ഥമാണ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പീഡ് എത്രയാണ്? അപ്പം 25 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കുക. സോ ദിസ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? ബി. Now the third, what is the velocity of monkey running on the roof of the train against its motion as observed by a man standing on the ground? അതായത് what is the velocity of monkey running on the roof of the train against its motion? അതായത് ഈ ട്രെയിന് എ എന്ന് പറയുന്ന ട്രെയിൻ എങ്ങോട്ടാ പോണത്? ഇങ്ങോട്ടാണ് പോണത്. എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? 15 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് കടന്നിട്ട് ഒരു മങ്കി ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? ഇങ്ങോട്ടാണ് ഓടുന്നത്. എത്ര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പം ഈ കാണുന്ന ബോഡി, അതായത് ഈ മങ്കി ഒരു സെക്കൻഡിൽ 5 മീറ്റർ മുന്നോട്ട് നിൽക്കുമ്പം മറ്റേ ട്രെയിന് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 15 മീറ്റർ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടാവും. അപ്പം ഇയാൾ ഒരു സെക്കൻഡിൽ 5 മീറ്റർ മുന്നോട്ട് വന്നു, അതേ ഒരു സെക്കൻഡിൽ ട്രെയിൻ ഇയാളെ 15 മീറ്റർ അങ്ങോട്ടും പോയി. അപ്പൊ എഫക്റ്റീവ് ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്ററേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ കേസിൽ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ഇസ് ഈക്വൽ ടു വി എം മൈനസ് എത്രയാണ്? വി എ ആണ്. വി എം എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൈനസ് വി എ എന്ന് പറയുന്നത് എത്രയാണ്? 15 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന കേസിൽ ഇവരുടെ റിലേറ്റീവ് മോഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തല്ലോ. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കേസിന്റെയും റെഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇവർ മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും ഈ മങ്കി നിൽക്കുന്ന ട്രെയിനിന്റെ മണ്ടയ്ക്കാണ്. ആ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ആക്സലറേറ്റഡ് ഫ്രെയിം ആണ്. അവിടെ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന് സ്വാഭാവികമായിട്ടും ആ ആക്സലറേഷൻ, ആ വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് അയാൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു നടക്കുന്നു പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആക്സലറേറ്റഡ് ഫ്രെയിമിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് സബ്ട്രാക്ഷനും, സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്താണ്? അഡീഷനുമായിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഒരു 2 ഡയമെൻഷണൽ കേസ് ഒക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടി വിശദമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മേലെ കൂടെ ഓടുന്ന ആൾക്ക് എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് അതിന് ആൻസർ കൊടുക്കാൻ പറ്റുമോ. സോ ദാറ്റ് ഇസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. റിലേറ്റീവ് മോഷന്റെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി നിർത്താം, കാരണം അത് നമ്മുടെ പുതിയ NCERT ബുക്കിനകത്തില്ല. അപ്പൊ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. വി ആർ നോട്ട് ബോദറിങ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. അപ് ടു ദാറ്റ് ഒരു 9 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശരിക്കും നമുക്കത് വഴിയെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പം ഇപ്പം തൽക്കാലം നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഒരു റെഫറൻസ് ആയിട്ട് കണക്കാക്കേണ്ടത് while learning the motion in straight line. So bye bye.